മുസ്ലിം ലീഗിന്റെ നേതൃയോഗം ചേരുകയാണ്. വളരെ പ്രധാനപ്പെട്ട നേതൃയോഗമാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് അരുൺ അമർനാഥ് ഉണ്ട്. അരുൺ, നേതൃയോഗത്തിൽ എല്ലാവരും എത്തി. നേതാക്കളുടെ പ്രതികരണം ഏത് നിലയിലാണ്? PM A സലാം എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഓഡിയോ ഓഫ് ചെയ്യൂ. നേതാക്കൾ മുസ്ലിം ലീഗിന്റെ നേതൃയോഗത്തിലേക്ക് എത്തുകയാണ്. അരുൺ അമൃതനാഥ് അവിടെയുണ്ട്. അരുൺ, വളരെ പ്രധാനപ്പെട്ട ഒരു നേതൃയോഗമാണ്. ഈ നേതൃയോഗത്തിന്റെ സമയത്ത് മുഖ്യമന്ത്രി ആരാണ് എന്ന് തീരുമാനിക്കപ്പെടുന്ന ആ സമയമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ലീഗിന്റെ മന്ത്രിമാരെ തീരുമാനിക്കാം. സത്യപ്രതിജ്ഞാ തീയതി അറിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കൊക്കെ കടക്കാം. പക്ഷേ ഇതൊന്നും കഴിയുന്നില്ല. ജയിച്ച് 10 ദിവസം MLA മാർ വീട്ടിലിരിക്കുകയാണ്. ഇന്നലെ TV ഇബ്രാഹിം പറഞ്ഞത് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഇനി വീട്ടിലാരെങ്കിലും വന്നാൽ അവർക്കും ചോദിക്കാനുള്ളത് മുഖ്യമന്ത്രി ആര് എന്നുള്ളതാണ്. ജയിച്ച ശേഷം 10 ദിവസം ഇങ്ങനെ വീട്ടിലിരിക്കേണ്ടി വരുന്ന അനിതര സാധാരണമായ ഒരു സാഹചര്യം നേരിടുകയാണ് എല്ലാ UDF MLA മാരും. അപ്പോൾ ലീഗിന്റെ ഭാഗത്തുനിന്ന് കടുപ്പിക്കാനുള്ള സാധ്യത എത്രമാത്രം? അതെ അഭിലാഷി, രതീഷ്, തേങ്ങയുടക്കിയോ സ്വാമി എന്ന് പൊതുജനത്തോടൊപ്പം മുസ്ലിം ലീഗും പറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ വൈകാരികമായാണ് ലീഗിന്റെ നിയുക്ത MLA മാരുൾപ്പെടെ പ്രതികരിച്ചത്. പടക്കം പൊട്ടിക്കാൻ പോലും സാധിക്കാത്ത അത്രമേൽ ശോഭ കെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ചർച്ചകൾ തുടരുന്നോടൊപ്പം അനിശ്ചിതത്വം തുടരുന്നിടത്തോളം അത്തരത്തിൽ ആശങ്കയും അതൃപ്തിയും പുകയുന്നു എന്നുള്ളത് തന്നെയാണ്. ലീഗിനെ സംബന്ധിച്ച് ഈ മന്ത്രി സ്ഥാനത്തെക്കുറിച്ചെല്ലാം ഒരു ചിത്രമുണ്ട്, ഒരു ഫൈനൽ ഔട്ടുണ്ട്. അത് ഒന്ന് ഈ ഔദ്യോഗിക ചർച്ചകളിലൂടെ മാത്രം പരിഹരിക്കേണ്ട വിഷയം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൽ അന്തിമമായി തന്നെ ഈ മുഖ്യമന്ത്രി തീരുമാനം പുറത്തു വരണം. എങ്കിൽ മാത്രമേ കോൺഗ്രസുമായുള്ള ചർച്ചകളിലേക്ക് പോലും കടക്കാനാകൂ. ഈ മുഖ്യമന്ത്രി കസേരകൾ എത്രയുണ്ട് എന്നറിയാൻ, ഒപ്പം തന്നെ ഏതൊക്കെ വകുപ്പുകളാണെന്നറിയാം. അത്തരത്തിലുള്ള ചർച്ചകളിലേക്കൊക്കെ കടക്കേണ്ട സമയത്താണ് 10 ദിവസമായിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാകാത്തത് എന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കോൺഗ്രസിന്റെ തീരുമാനം വന്ന ശേഷം യോഗം ചേരുമെന്നായിരുന്നു ലീഗ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇനിയും അതിന് കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന ഒരു തലത്തിൽ കൂടിയാണ് ലീഗ് ഇപ്പോൾ യോഗത്തിലേക്ക് കടന്നിരിക്കുന്നത്. അതിൽ ഉന്നത നേതൃയോഗമാണ് നടക്കുന്നത്. ദേശീയ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന അധ്യക്ഷനും ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് തന്നെ പ്രധാനമായും കോൺഗ്രസ് സ്വീകരിക്കുന്ന തീരുമാനത്തിന് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതായിരിക്കണം ലീഗിന്റെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത്. ഇനി ലീഗ് പരിഗണിച്ച അല്ലെങ്കിൽ ലീഗ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ നിന്ന് വിപരീതമായ ഒരു തീരുമാനമാണ് വരുന്നതെങ്കിൽ എന്ത് തരത്തിലുള്ള സ്റ്റാൻഡായിരിക്കണം എടുക്കുന്നത് പ്രധാനമാണ്. അത്തരത്തിലൊരു അതൃപ്തി ലീഗിന് പ്രകടമാക്കാനുണ്ടെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കണം എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും എന്തായാലും PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ആലോചിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യമാണ്. ഇനിയും വൈകുകയാണെങ്കിൽ ലീഗിനുൾപ്പെടെ അതിലൊരു വിശദീകരണം കൂടി അല്ലെങ്കിൽ ഒരു പരസ്യ പ്രസ്താവന ഉൾപ്പെടെ നടത്തേണ്ടതായിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ലീഗിന്റെ മന്ത്രിസ്ഥാനത്തിലേക്കുള്ള ചോദ്യങ്ങളാണ്. അതിൽ PK കുഞ്ഞാലിക്കുട്ടി, AN ഷംസുദ്ദീൻ കഴിഞ്ഞാലുള്ള പേരുകളിലേക്കൊക്കെ അതിലൊരു ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട്. അതിന് ആദ്യം കോൺഗ്രസിന്റെ തീരുമാനം അറിയണം എന്നുള്ളത് തന്നെയാണ്. രതീഷ്, അഭിലാഷ്. ശരി, ഏതായാലും മന്ത്രിമാരുടെ കാര്യത്തിൽ ഉൾപ്പെടെ തീരുമാനം എന്നെടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ലീഗിന്റെ നേതൃയോഗം ചേരുന്നത്. ഇന്നലെ സോണിയാഗാന്ധിയുമായി സംസാരിച്ചപ്പോൾ സ്വാഭാവികമായി എപ്പോഴേക്ക് പ്രഖ്യാപനം എന്നതിലൊക്കെ ഒരു ചെറിയ ആശയവിനിമയം ഉണ്ടായിട്ടുണ്ടാകാം. ഇന്ന് പ്രഖ്യാപനം എന്ന സൂചന തീരുമാനം എടുക്കണ്ടേ? ഒരുപക്ഷെ ലീഗിന് അത്തരത്തിൽ വേഗത്തിൽ തീരുമാനമുണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ടാകാം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന്. ലീഗ് നേതൃയോഗം ചേരുകയാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ചർച്ച നടക്കുമ്പോൾ തീരുമാനം ഇപ്പോൾ വന്നാൽ ഇപ്പോൾ തന്നെ നേതൃയോഗം എന്ന നിലയിലായിരുന്നു പണക്കെട്ട് ഒരുക്കങ്ങൾ. പക്ഷെ അന്ന് അങ്ങനെ ഒരു യോഗത്തിനുള്ള സാഹചര്യം ഒരുങ്ങി വന്നില്ല. ഇപ്പോഴത്തെ വളരെ പ്രധാനപ്പെട്ട യോഗം ചേരാൻ പോവുകയാണ്. മന്ത്രിമാരുടെ കാര്യത്തിൽ ഉൾപ്പെടെ ചർച്ചയുണ്ടാകും. ഒരു ധാരണയിലേക്ക് ലീഗ് എത്തും എന്ന് പ്രതീക്ഷിച്ചു. ഒരുപക്ഷെ ഈ യോഗം നടക്കുന്നതിനിടയിലും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ആ സമയത്ത് ഉച്ചയോടുകൂടി ഒരുപക്ഷെ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് സൂചനകൾ.